ഈ നാട്ടിൽ നമ്മൾ ഗൾഫിലേക്ക് ചക്ക മാങ്ങ തേങ്ങ ബീഫ് ഇതൊക്കെ എത്തിക്കും. പക്ഷെ മഴ അതിവിടെ പെയ്യുന്ന വേണമല്ലേ. നാട്ടിൽ മഴക്കാലത്ത് വൈകുന്നേരങ്ങളിൽ സിറ്റ് ഔട്ടിലിരുന്നിട്ട് സുലൈമാനിയും അതിൻ്റെ കൂടെ ചൂടുള്ള പഴംപൊരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിങ്ങനെ മഴയും ആസ്വദിച്ചിരുന്നിട്ടുള്ളൊരു കുടിക്കലുണ്ട്. ഉഫ്, അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. ഈ അധികം ഗൾഫിലുള്ള ആൾക്കാർക്കൊന്നും എങ്ങനെ മഴ പെയ്താലും ആ ഒരു വൈബൊന്നും കിട്ടില്ല. പക്ഷെ ഞങ്ങൾ തോട്ടത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ മഴ പെയ്താൽ ശരിക്കും ആ ഒരു വൈബ് കിട്ടാറുണ്ട് കേട്ടോ. ഹെയ്സ് പിന്നെ ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ തന്നെ കാണുന്നത് മഴയാണ്. അപ്പോൾ വേഗം പോയി കുട എടുത്ത് വന്നിട്ട് രണ്ട് ഡാൻസ് കളിച്ചപ്പോൾ അവള് ഹാപ്പി. അച്ഛനും അമ്പൂനും പിന്നെ മഴ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്, സ്കൂളിൽ പോണ്ട. അപ്പോൾ അവർ അതിലേറെ ഹാപ്പി. ഇതാണ് ഞങ്ങളുടെ തോട്ടം. അല്ല, ഞങ്ങളുടെന്ന് കേട്ടാൽ അർബാബ് തല്ലുട്ടോ. ഇവിടുത്തെ ഉപ്പാക്ക് ഉപ്പായുടെ അർബാബ് കൊടുത്തിട്ടുള്ള റൂമിലാണ് ഞങ്ങൾക്ക് നിൽക്കുന്നത്. അപ്പോൾ ആ അർബാബിൻ്റെ തോട്ടാണിത്. ഇതിൻ്റെ പിന്നിലൊരു ചെറിയ ഫാമൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ആടുകളും വെറൈറ്റീസ് ഓഫ് കുറേ കോഴികളും ഒക്കെ ഉള്ള ഒരു ചെറിയ ഫാം. ഇവിടെ ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ അവിടെയൊക്കെ പോയിട്ടാണ് കൊടുക്കുക. പിന്നെ ഫാമിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ വേറെ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. ഇതുവരെ അങ്ങനെ പോയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ ഒരു മാസം മുന്നേ മഴ പെയ്തപ്പോൾ എടുത്തു വെച്ച വീഡിയോ ആണ്. അത് ഇപ്പോഴാണ് ഇടുന്നതെന്ന് മാത്രം. എനിക്ക് പിന്നെ ഏറ്റവും പ്ലസ്സായി തോന്നിയിട്ടുള്ള ഈ ഒരു കാര്യമാണ് പുറത്തു കൂടെ നടന്നിട്ടുള്ള ഫുഡ് കൊടുക്കൽ. ഒരു സാധനം കഴിക്കാത്ത കുട്ടിയാണ്, പക്ഷെ പുറത്തു കൂടെ നടന്നു കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇത്തിരിയെങ്കിൽ ഇത്തിരി കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളിൽ വന്ന് നല്ല ചായ ഒക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ ചാനലായതുകൊണ്ട് എല്ലാവരും പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.